അതെ ഐശ്വര്യമായിട്ട് അച്ഛനും മോളൂടെ പ്ലാന്റ്സ് ഒക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ അച്ഛന്മാരെ നമ്മളെ കൊണ്ട് ഇങ്ങനെ വെപ്പിക്കുമായിരുന്നു, ഐശ്വര്യമായിട്ട് പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇനി അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ വാഴയും തെങ്ങും ഒക്കെ വെക്കുന്നേ. നമ്മൾ വളർന്നില്ലേലും ആരെങ്കിലും വളരട്ടെന്ന് കരുതിയായിരിക്കും വെപ്പിക്കുന്നത്. മിന്റ് കണ്ടോ, നല്ല അടിപൊളി മിന്റ്. അങ്ങനെ മിന്റ് നട്ടു. മിന്റ് ഇങ്ങനെ നടന്നല്ലേ ഇതിന്റെ ഇടയ്ക്ക്, കാരണം ഈ ഈച്ചയുടെ അതിന്റെയൊക്കെ ശല്യമൊക്കെ ഉണ്ടാകത്തില്ല. അപ്പുറത്ത് നമുക്ക് റോസ്മേരി നടാം. അപ്പുറത്ത് നമ്മുടെ റോസ്മേരി അവിടെ കുഴിയിൽ, ആ കുഴിയിൽ ഇട്ടായിരുന്നോ? ഇട്ട് കോഴിക്കാട്ടൊക്കെ ഇട്ടതാ. ഇട്ടടാ, അതിലേ കൂടെ അങ്ങോട്ട് കേറ്. വെക്ക്. പിന്നെ അല്ല, അപ്പൊ ഇനി തക്കാളി വെക്കും അടുത്ത. കൃഷി ചെയ്ത് കുഴഞ്ഞ് കളിക്കേണ്ട പ്രായത്തിൽ കൃഷി ചെയ്യിച്ചു കഴിഞ്ഞാ. ഇതിന്റെ കൂടെ നമ്മൾ വെക്കുന്ന റോസ്മേരി ആണ്. അതെ, റോസ്മേരിയും എന്തെങ്കിലും ഹെർബൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ കൊതുകും ഈച്ചയുടെ ഒക്കെ ശല്യം കുറയും. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് എന്താണ് ഇതിന്റെ വരുന്നത്, കൊങ്ങിണിയൊക്കെ ടൊമാറ്റോയുടെയും വെജിറ്റബിൾസിന്റെ ഒക്കെ ഇടയ്ക്ക് നട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിപ്പോ കണ്ടോ എന്തൊരു മണം അറിയാം, ഇതിന്റെ ഇലയെല്ലാം മുരടിച്ച് നിൽക്കുക, ശരിക്കും കയറിയങ്ങ് പിടിക്കും. അതെ, ഞാൻ ഇവിടെ വെക്കാം. ഇത് നമ്മള് സ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നേരം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതിന് നമ്മൾ നിറച്ച് ഇല വെച്ചു, കാരണം നാരങ്ങ വെള്ളം കലക്കാൻ. അതെ, എല്ലാം നട്ടു നനച്ച് വളർത്തേണ്ട ഉത്തരവാദിത്ത ഏവക്കുട്ടനാ. അപ്പൊ 2 കുക്കുംബർ നമ്മളിത് ഇവിടെ നട്ടു. പടരുന്ന 2 അടുപ്പിച്ചടിച്ചാകുമ്പോ പടർത്തി വിടാം. അപ്പൊ നടിയിലെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നനയ്ക്കലാണ്. അത്യാവശ്യമായിട്ട് നനച്ചു കൊടുക്കണം. ചെറുതായിട്ട് നമ്മൾ ഇന്നൊന്ന് നനച്ചു കൊടുക്കുന്നേ ഉള്ളൂ. നാളെ തൊട്ട് നല്ലോണം നനച്ചു കൊടുക്കാം. നമ്മൾ ഈ ഭാഗത്തെ കുറച്ച് സ്ട്രോബെറീസ് നടാന്ന് കരുതി. ഇവിടെ എല്ലാം നമ്മുടെ ബെറീസ് ആണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സ്ട്രോബെറീസും വളരട്ടെ അല്ലേ. ബെറീസ് അങ്ങ് തിന്നാം ഇങ്ങോട്ട് വന്ന്. കുഴിയെടുക്കാൻ അപ്പുറത്തൊക്കെ കിളച്ച സമയത്തെ അവരുടെ ട്രാക്ടർ ഒന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ അല്ലേ, അവരോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചെയ്തു തന്നേനെ. ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം. ഇതിപ്പം ഏവക്കൂട്ടനാണെന്നുണ്ടേ സുഖിച്ച് കിടന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക അവിടെ കിടന്ന് തന്നെത്താൻ. അങ്ങനെ അതെ നമ്മൾ ചെറിയ രീതിയിലൊരു തടം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ സ്ട്രോബെറീസ് നടാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ പോവാണ്. ഓറഞ്ച് നടുവായവ ഇവിടെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം എന്താ അന്നയുടെ വീട്ടിൽ വരെ വന്നതാണേ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്തേ അന്നയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ മരം എല്ലാം ഇങ്ങനെ പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പൂക്കൾ, ഒരു പിങ്കും വൈറ്റും ആയിട്ടുള്ള കളറിലെ പൂക്കൾ. അന്നത ഇവിടെ നിൽപ്പുണ്ട്. തേർവേ അന്നയുടെയൊക്കെ ഈ ആടിലാണെന്നുണ്ടെങ്കിൽ പുല്ലൊക്കെ വെട്ടിയേക്കുന്നുണ്ടോ. നല്ല അടിപൊളിയായിട്ട് വലിയ ആടാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവർ ചെടികളൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇത് നട്ടിട്ടുള്ള ചെടികളാണിത്. നമ്മൾ ഈയിടെ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ ഈ ചെടികൾ നട്ടേ. ഇപ്പം നല്ലോണം കിളിർത്ത് വരുന്നുണ്ട് അതൊക്കെ. വാവ്, അതേലും ഉണ്ട് പൂക്കൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളെ. ഇതാണെന്നുണ്ട് മറ്റേ ഇങ്ങനെ ഗാർണിഷ് ചെയ്യുന്ന ചെറി. ഗാർണിഷ് ആപ്പിൾ ട്രീ. നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് സ്ട്രോബെറി എടുക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ആപ്പിൾ ട്രീ ഉണ്ട് കണ്ടോ. അതേലും ഒരുപാട് പൂക്കളില്ല ഇതിൽ ഇപ്രാവശ്യം. ഇതാ ഇവിടെ ഇഷ്ടം പോലെ സ്ട്രോബെറീസിന്റെ തൈ നിപ്പുണ്ട്. അതൊക്കെ നമ്മൾ പിച്ചെടുക്കുകയാണേ. ഏവക്കുട്ടനും അന്നയും കൂടെ അങ്ങ് ദൂരെ ഒരു പാറപ്പുറത്ത് കയറി ഇരുന്ന് കളിക്കുന്നുണ്ട്. ഈ സ്ട്രോബെറീസിന്റെ ബ്രാഞ്ചസിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ വേറെ തൈകൾ കിട്ടും കണ്ടോ. ഇതെല്ലാം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തൈകളാണ്. അപ്പം നമ്മൾ ഈ സൈഡിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ പെറുക്കി എടുക്കുക. അങ്ങനെ ദേ നമുക്ക് ആവശ്യമുള്ള തൈകളൊക്കെ നമ്മൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഇതങ്ങോട്ട് നമുക്ക് കായ് തരുമെന്ന് തോന്നുന്നില്ല. വിന്ററൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ സമ്മറിലായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് നല്ല വിളവ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ദേ നമ്മൾ സ്ട്രോബെറീസ് എല്ലാം നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാ പിടിക്കുവാന്ന് നോക്കാം. പിടിച്ചു കിട്ടുവാന്ന് നോക്കാം, എന്നിട്ടല്ലേ കായല്ലേ. എന്തായാലും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഇത്രയും വെച്ചാണ്. എന്തെങ്കിലും ഒരു ഇതാദ്യം പിടിച്ചു കിട്ടുമെന്ന് അറിയട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വെക്കാം. അത് കുഴപ്പമില്ല. അങ്ങനെ ദേ നമ്മുടെ ചെടികൾക്കൊക്കെ ഹേവക്കുട്ടൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കുഞ്ഞിൻ്റെ ചെടികളാണ്. സീഡ്സ് ഇട്ട് മുളപ്പിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ കുഞ്ഞതിനെല്ലാം വെള്ളം കൃത്യമായിട്ട് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച്
ഇത്രച്ചേ ഉള്ളോ? ഇതേ പുറകിലൊരു ചെടി നിൽപ്പുണ്ടല്ലോ, അതിന് കഴിച്ചില്ല. ഇതിനകത്ത് കുറച്ച് കുറവാണ്, ഇതിനകത്ത് ഇച്ചിരിച്ച് ഒഴിക്കും. ഇതിനകത്ത് ഡ്രൈ ആണ്, അതിന് വെച്ച് കൊടുക്കുക. മണ്ണ് ഡ്രൈ ആണോ നോക്കിയിട്ട് ഒഴിക്കും, അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഏതിനൊക്കെ ആവശ്യമാണ്. അയ്യോ വെള്ളപ്പൊക്കമായോ? കുഞ്ഞ് വെള്ളം ഒഴിച്ചെല്ലാം വെള്ളപ്പൊക്കമായച്ചേ. കുഞ്ഞ് ഒഴിച്ചു കുറച്ചൊക്കെ, അച്ഛൻ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് മുട്ടൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എത്ര നാളായിട്ട് കാത്തിരിക്കോ പൂ പിടിച്ച് കാണാൻ. വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ലേ, ഇങ്ങനെ നേരെ വളർന്നങ്ങ് പോവാം. അപ്പോൾ ഇതേ മുട്ട വന്നിട്ടുണ്ട്. ഇതിൻ്റെ പൂ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതാ അതിൻ്റെ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പൂവ്. ഇപ്പോൾ റെഡിയായി വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം. 1-2 മുട്ടൊക്കെ ഉണ്ട് ഇവിടെ. വലിയ നീളമുള്ള ചെടിയാണ്. എന്താ ഏവക്കുട്ടാ? ഏവക്കുട്ടനും അച്ഛനും കൂടെ പുല്ല് എത്താൻ പോവാം. പിന്നെ ഇതാ ഇവിടെ വേറെ ഡാലിയുണ്ട്, അതിൽ മുട്ട വന്നിട്ട് കണ്ടോ പൂ വിരിയാറായിട്ടുണ്ട്. അതിൻ്റെ പൂക്കൾ ഇത് അതാണ് കേട്ടോ. ചെടിയെല്ലാം ഒരുമാതിരി ഇങ്ങനെ വല്ലാതെ കിടക്കാണ്. ഇത് കട്ട് ചെയ്യണമായിരുന്നെന്നാണ് തോന്നുന്നത്. ഇത് ഡാലിയ ഇങ്ങനെ കുറച്ച് വലുതായി വരുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബ്രാഞ്ചസും പിന്നെ ഒരുപാട് മുട്ടുകളും ഒക്കെ വരുമെന്ന് നമുക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കട്ടെ. പിന്നെ വേറെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ കണ്ടു, ഇത് തലയും കുത്തി കിടക്കുകയാണ്. വാടിയൊന്നും നിൽക്കുമല്ല, ഇതിങ്ങനെ വളർന്നിട്ട് ഇങ്ങനെ തലയും കുത്തി കിടക്കുകയാണ്. ഇത് ഒരുപാട് നമ്മൾ അകത്ത് വെച്ച് വളർത്തിയെടുത്തിട്ട് വെളിയിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിട്ടിട്ട് വെളിയിൽ തന്നെ മുളച്ചത് കൊണ്ടാണ് നല്ല രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് നല്ല പൂക്കൾ കിട്ടിയത്. പിന്നെ ഇതുമൊക്കെ അങ്ങനെ അകത്ത് വെച്ച് പിടിപ്പിച്ച കാരണം എന്തൊക്കെയോ പൂക്കളൊന്നും ആയില്ല. മുട്ടൊക്കെ നിൽപ്പുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയായില്ല, കുറച്ച് നേരത്തെ ആയിപ്പോയി എല്ലാം. അപ്പോൾ ഈ വർഷത്തെ പൊട്ടറ്റോ കൃഷിയാണ് ഇനി. തുലിപ്സ് ഒക്കെ കഴിഞ്ഞു. എന്തോ ഓക്കെ, ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഉമ്മ തരും. അതേ നമ്മൾ തടം എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പൊട്ടറ്റോ നടണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗത്ത് നടന്ന് നമുക്ക് ധാരാളമാണ് അല്ലേ, നമുക്ക് കഴിച്ച് ബാക്കിയും വരും ആവശ്യത്തിന്. പിന്നെ ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ഒക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അതെ, സന്തോഷം. നമുക്ക് സന്തോഷമാണ് ആ വിളവ് കിട്ടുമ്പോഴത്തേക്ക്. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് പൊട്ടറ്റോ. അതെ, നമ്മുടെ തുലിപ്സ് ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ. അപ്പൊ തടം നല്ല തടവാ. അപ്പൊ തടാൻ റെഡി. ഇനി നമുക്ക് പൊട്ടറ്റോ നടാം. അപ്പോൾ അതെ, കിഴങ്ങിയും കൂടെ കിഴങ്ങ് നടുന്നു അല്ലേ. നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ ഓരോരുത്തർ, കഴിവ് കെട്ടവനെ കിഴങ്ങിന്നൊക്കെ പറയും. ഞാൻ പിന്നെ ഒരു പ്രാസത്തിനങ്ങ് പറഞ്ഞ നല്ല കഴിവുള്ള കൂട്ടരാ രണ്ടുപേരും. എന്തിനാന്ന് മാത്രം ചോദിക്കരുത്. എന്നാ തിന്നണം, എന്തെങ്കിലും തിന്നണം. എന്നാ പിടിക്ക്. തുലിപ്സ് ചവിട്ടിക്കളയല്ലേ, പുറകിൽ ഇതേ തുലിപ്സ് നിൽപ്പുണ്ട്. ഇതേണ്ടേ ഒരാൾക്ക് എന്ത് സുഖജീവിതം നോക്ക്. അച്ഛയാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ് പൂളിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. പണ്ട് ചെറുതുണ്ടായിരുന്നു, ഇപ്പോൾ വളർന്ന് നീളം വെച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നും പറ്റുന്നില്ല. അപ്പം ഒരെണ്ണം വലുത് വാങ്ങിക്കണം ഇനി. അപ്പം വാങ്ങിക്കുന്നതിന് മുന്നേ അച്ഛയുടെ എന്തൊക്കെയോ തട്ടിക്കൂട്ട് സെറ്റപ്പായത്. നമ്മുടെ ഗാർഡൻ ബെഡിൻ്റെ വുഡുണ്ടല്ലോ, ആ പാലറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇപ്പോൾ അതിനകത്തിരുന്ന് മുങ്ങിക്കുളിച്ച് നീരാടിക്കൊണ്ടിരിക്കുകയാണ്. കൊതുവൊക്കെ ആവശ്യത്തിന് കുത്തുന്നുണ്ടേ. തോളയിലൊക്കെ കുത്തി ചുമന്നിരിക്കുന്നത് ഇതുകൊണ്ടോ, അവിടെയും കുത്തിയാളെ കൊതു കുത്തുന്നുണ്ടായോ കൂട്ടാ. ഇത് പിന്നെ ആണെങ്കിൽ മഴയും പെയ്യുന്നുണ്ട്, നല്ല മഴയും പെയ്യുന്നു. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളമാണ് നിറച്ച് കൊടുക്കുന്നത് അച്ഛകത്തുനിന്ന്. നമ്മുടെ ഓസ് ഇവിടെ കിടപ്പുണ്ട്, അതിനകത്താണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമാണ് വരുന്നത്, വെളിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് അകത്തുനിന്ന് നമ്മൾ ചൂട് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നിറയ്ക്കുക. ഇളം ചൂട് വെള്ളവും ചെറിയ മഴയും സ്പായ, പിന്നെ കിളികളുടെ നാദവും നേച്ചറും. ആ കൊതു അതിൽ കയറിയെന്നാണോ? കൊതു അതിൽ കയറി കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും ചാടി. അതെ, മോട കുളി കഴിച്ച് തിരിച്ചു പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ അച്ഛൻ വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചോമനിച്ച് കുളിപ്പിക്കുക. അതെ, അച്ഛൻ കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നിരുന്നത് അല്ലേ, ഏവയ്ക്ക് അച്ഛൻ എന്നിട്ടിപ്പൊ അങ്ങ് കുഞ്ഞിനെ കൊണ്ട് കുളിപ്പിച്ചിട്ട് സൂചിച്ചിരുന്നിട്ട് പറയുക ഏവയ്ക്ക് അച്ഛൻ കുളിപ്പിക്കണമെന്ന്. സുഖം ചെയ്തതാണ്. അയ്യോ, കുഞ്ഞിന്റെ ഒരു കഷ്ടപ്പാടേ ഇത്ര കുഞ്ഞിലെ തന്നെ.
അങ്ങനെ ദേവക്കുട്ടൻ്റെ പുതിയ സ്വിമ്മിംഗ് പൂൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് വീർപ്പിച്ചത് അച്ഛനും മോളോട് ഇപ്പം അതിൽ കയറി കിടക്കുക. അപ്പോൾ ദേവക്കുട്ടൻ എവിടെ പോവാ? ആരുടെ അവിടെ? അന്നയുടെ അവിടെ. അന്ന ഇപ്പൊ വരും കുഞ്ഞിനെ കൊണ്ടുപോകാൻ അല്ലേ? നടന്നാണോ പോന്നെ? അത് നോക്കാം അവരെങ്ങനെ വരുന്നത്. അപ്പോൾ അതേ അന്നയൊക്കെ വന്നിട്ടുണ്ട് ദേവക്കുട്ടനെ കൊണ്ടുപോകാനായിട്ട്. ഇനി കുറച്ച് നേരം അവൾ അവിടെ പോയിട്ട് അവരോടൊപ്പം കളിക്കും. രണ്ടുപേർക്കും അവധിയൊക്കെ ആണല്ലോ. വൈകിട്ട് അവർ തന്നെ അവളെ ഇങ്ങ് കൊണ്ടുവിടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നോക്കി വെച്ച പൂക്കൾ വാങ്ങിക്കാതെ പോയതിൻ്റെ ഒരു സമാധാനക്കേടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് മാറ്റാനായിട്ട് നമ്മൾ വീണ്ടും പൂക്കൾ വാങ്ങിക്കാൻ വന്നതാണേ. ഇതാ ഈ പെറ്റൂണിയുടെ 2 വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ദേവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഏത് എടുക്കണം ഏത് നോക്കണം എന്നറിയാതെ കൺഫ്യൂഷനാണ്. സമ്മറൊക്കെ ആകുമ്പോൾ മാത്രമേ നമുക്കിങ്ങനെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കാനൊക്കെ. വിന്റർ ആകുമ്പോൾ ഇതെല്ലാം പോവുകയും ചെയ്യും. പിന്നെ സമ്മർ കുറച്ച് നാളേ ഉള്ളൂ. ആ ഒരു സമയം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ഇതൊക്കെ കാണാനും വേണ്ടിയിട്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മളിതെല്ലാം അങ്ങ് വാങ്ങിക്കുന്നതാണ്. അങ്ങനെ കുറേയധികം നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും നമുക്കും ഒക്കെ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. ഇപ്പം എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ്. വഴിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല വെറൈറ്റി പൂക്കളൊക്കെ നിൽക്കുന്ന കാണാം. പിന്നെ ദേ പശുക്കളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. അങ്ങനെ ദേ വീട്ടിലെത്തി നമ്മൾ പൂക്കൾ വെക്കാൻ പോവാണേ. ഈ റിങ്ങിനകത്ത് നമുക്ക് കുറേ പൂക്കൾ വെക്കാം. ഒരു ജോലി പകുതി കിട്ടിട്ടത് അച്ഛനും മോളോട് ഇപ്പൊ കാട് വെട്ടി തെളിക്കാൻ പോവാണ്. റോഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന പോലെ തോന്നില്ലേ? അപ്പൊ അവിടെ എല്ലാം കുറച്ചൊന്ന് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ പൂക്കളൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഭംഗിയുമായിരിക്കും. സമ്മർ ആയി കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇതെല്ലാം കിളിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ എത്ര വെട്ടത്തെ പുല്ലുവെട്ടായെന്ന് അറിയാവോ? 3-4 വെട്ടത്തെ വെട്ട് കഴിഞ്ഞു. എന്നിട്ടും അങ്ങ് കിളിക്കുകയാണ്. ഫാസ്റ്റിലാണ് ഇതെല്ലാം കിളിച്ച് വരുന്നത്. എന്തോ പരിപാടി? കാട്ടിലാണോ താമസിക്കുന്നത്? കണ്ടു കഴിഞ്ഞാ കാട്ടുവാസിയാന്ന് തോന്നുന്നു അല്ലേ? മൊത്തം കാട് കയറി ഇങ്ങനെ കിടക്കുവാണ്. ഏവക്കുട്ടോ, ദേവക്കുട്ടൻ എന്തോ അതിലേക്കടെ വരുന്നുണ്ട്. വീട്ടിലോട്ട് പോകുന്ന വഴിയെല്ലാം കാട് കയറി കിടക്കുക. അപ്പോൾ നമ്മൾ പണി ചെയ്യാൻ മാറിയതാ ഇതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ വെക്കാനായിട്ട്. ടോൾ റൂം എല്ലാം വൃത്തിയാക്കിയാന്ന് കാണിച്ചോളാം. മിടുക്കൻ. എത്ര ദിവസം കൊണ്ട് ഞാൻ കിടന്ന് പറഞ്ഞ വൃത്തിയാക്കിയത്. അതെ, മാനിന്റെ പണി ചെയ്ത സമയത്ത് എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്ക് വരുന്നില്ല. ഇപ്പൊ എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇനി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. ടൂൾസൊക്കെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങണം. ഐസ്ക്രീം വേണോ? ഓക്കെ. അച്ഛ പറഞ്ഞോ? അല്ല, ഏവ പറഞ്ഞല്ല. ഏവയ്ക്ക് വേണ്ട, അച്ഛക്ക് വേണ്ടിയാണോ? ഓക്കെ. മാറില്ല, പൊടിയെല്ലാം കൂടെ പറന്ന് വീഴും. ഇതങ്ങ് ഇരിക്കും വേഗം. ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് സമ്മറൊക്കെ ആകുമ്പോഴല്ലേ ഒന്ന് കളർഫുൾ ആകാനൊക്കത്തുള്ളൂ നമുക്ക്. എന്തോരം ചെടികളൊക്കെ വെക്കുക. കുറച്ചുകൂടെ ഇട്. ഇട്ടിട്ട് ആമക്കാം, അപ്പോഴത്തേക്കത് നല്ലോണം ഇരിക്കും. അപ്പോൾ അതെ, നമ്മൾ ചെടികളൊക്കെ വെക്കാൻ പോവാണ്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചു. വെയിലൊക്കെ പോയി. ഇനിയിപ്പോൾ നമുക്ക് നട്ടാലും കുഴപ്പമില്ല. വെയിലുള്ളപ്പം നട്ടാൽ ഒരുമാതിരി ഇങ്ങനെ തലയും കുത്തി കിടക്കും ഇതെല്ലാം. അതുകൊണ്ട് നമ്മൾ വെയിലൊക്കെ മാറിയപ്പോഴാണ് നടാൻ പോകുന്നത്. ഇല്ല, റെഡ് കളർ വാങ്ങിച്ചില്ലെന്ന് തോന്നുന്നു. അത് കണ്ടില്ല. റെഡ് കളറിൽ ഉണ്ടായിരുന്നു അവിടെ. റെഡിൻ്റെ ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് നല്ല രസമുണ്ട് എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്ന. നല്ല ഭംഗിയുള്ള വെറൈറ്റി കളേഴ്സാണ്. ഇത് കണ്ടോ? ഇതിനകത്ത് ഏതൊക്കെ കളറാണ്? ഇത് ഓറഞ്ചും പിന്നെ യെല്ലോയും ബ്രൗണും എല്ലാമായിട്ട് നല്ലൊരു ഭംഗിയുള്ള കളർ. എല്ലാം മിക്സ്ഡാ. ചിലത് മാത്രമേ ഉള്ളൂ സിംഗിൾ. ഇതിനകത്തും ഒരു യെല്ലോ ഉണ്ട് കണ്ടോ അകത്ത്. ഇത് നല്ല ഭംഗിയുണ്ട്. കൊതു കുത്തിയിട്ടാണ് നിൽക്കാൻ പറ്റുന്നില്ല. ഇതുണ്ട് വേറെ ഒരെണ്ണം സിംഗിൾ കളർ. പിന്നെ നമ്മളിത് ഈ ചെടിയാണ് നടാൻ പോകുന്നത്. ഇതൊരു 3-4 ഉണ്ട്. വലിയ കൊല പോലെ ഇങ്ങനെ അങ്ങ് നിൽക്കുമോ കണ്ടോ? എന്തോരം വന്ന് നോക്കിയേ, കാട് പോലെ നിൽക്കുന്നു. വാവ്.
ഇത്രയും ഭംഗിയില്. എന്തൊരു ഇത് ഭംഗിയാ മാത്രമല്ല ദേ ഇത് നോക്കി, ഇത് രണ്ടും നല്ല രണ്ടും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. എനിക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട്. നിങ്ങൾ കമന്റ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇത് രണ്ടില് ഏതാന്ന് പറയണം. എനിക്ക് പിങ്ക്, ശാരിക്ക് വയലറ്റ്. വയലറ്റ്. അങ്ങനെ ദേ നമ്മുടെ ചെടികളെല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. രാവിലെ എണീറ്റ് ഉടനെ എഴുന്നേറ്റ് വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് തന്നെ സന്തോഷമാണ്. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കൂടാതെ സീഡ്സ് ഇട്ട് കിളിപ്പിച്ചിട്ടുള്ളതെല്ലാം എന്താ കിളുത്ത് വരുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം വലുതായി എന്നും വന്നിങ്ങനെ നോക്കും. ഇനി ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനുള്ള കാത്തിരിപ്പാണ് നമ്മള്. പിന്നെ നമ്മൾ ചീരയും കാര്യങ്ങളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതും ഇങ്ങനെ വളർന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.